ഡോക്ടർ എം.വി. നാരായണൻ, ഡോക്ടർ ടി.വി. മധു എന്നിവരാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ പ്രൊഫസർ എം.വി. നാരായണൻ അവർകളാണ് ഈ സെഷനിലെ ആദ്യത്തെ അതിഥി. ഷിംലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ ഫെല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ഇന്ത്യൻ തിയേറ്റർ, പെർഫോമൻസ് ആർട്ട് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് എന്നീ മേഖലകളിൽ നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായി ഈ വിഷയങ്ങളെപ്പറ്റി നിരവധി പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. ഓർമ്മയുടെ ഉത്ഭവം, ഇടം, അവതരണം, കാഴ്ചവഴികൾ എന്നീ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ശ്രീ എം.വി. നാരായണൻ മാഷെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ ടി.വി. മധു, കോഴിക്കോട് സർവകലാശാലയിലെ ഫിലോസഫി വിഭാഗത്തിൽ പ്രൊഫസർ, ഹൈദരാബാദിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും എംഫിൽ ബിരുദവും, തൃശൂർ കേരളോർമ്മ കോളേജ്, കോഴിക്കോട് സർവകലാശാല കേന്ദ്രം എന്നിവിടങ്ങളിൽ ബിരുദാനന്തര പഠനം. നിരവധി ഗവേഷണ പഠനങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ ഫിലോസഫിക്കൽ ക്വാർട്ടർലിക്ക് വേണ്ടി തിയറൈസിംഗ് ദ ബോഡി എന്ന പുസ്തകം എഡിറ്റ് ചെയ്തു. മലയാളത്തിൽ നവമാർക്സിസ്റ്റ് സാമൂഹ്യ വിമർശം, ഞാൻ എന്ന ഭാവം എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. മാർക്സ് വായനകൾ എന്ന പുസ്തകം എഡിറ്റ് ചെയ്തു. നിസാർ അഹമ്മദുമായുള്ള സംഭാഷണങ്ങൾ മാർക്സിനൊപ്പം മാർക്സിന് ശേഷം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ബഹുമാനാദരങ്ങളോടെ ഡോക്ടർ ടി.വി. മധു അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുവരെയുള്ള സെഷനുകളിൽ കലാജീവിതം, ആത്മീയത എന്ന വിഷയത്തെക്കുറിച്ച് പല കാര്യങ്ങളും കടന്നു വരികയുണ്ടായി. ഒരുപക്ഷെ ഇന്നലെ ഷൺമുഖദാസ് മാഷും ഇന്ന് അർജുൻ നാരായണനും പറഞ്ഞ ഒരു നിർവചനം, ആത്മീയതയുടെ ഒരു നിർവചനം ഗാന്ധിയുടേതായിരുന്നു. അവനവനെ സംബന്ധിക്കുന്നതെല്ലാം ഭൗതികവും മറ്റുള്ളവരുടെ സംബന്ധിക്കുന്നത് മറ്റുള്ളവരൊപ്പം നേടുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞു. പിന്നീട് വന്ന സെഷനിൽ ആത്മീയതയെ കരുണയായും കമ്പാഷനായിട്ടും അപരത്തോടുള്ള ഒരു തുറസായിട്ടും പല രീതിയിൽ അതെങ്ങനെയാണ് കലയിലും പല കലാരൂപങ്ങളും പ്രകാശനങ്ങളിലും പാരമ്പര്യത്തിലും, ഭക്തി പാരമ്പര്യമാകാം, പലതരം ഭക്തി പാരമ്പര്യങ്ങളാകാം, കലയിലും സാഹിത്യത്തിലും നാടകത്തിലും കവിതയിലുമെല്ലാം എങ്ങനെയാണ് ആത്മീയതയുടെ ഒരു ബദൽ ആത്മീയതയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയതയുടെ ധാരകളുണ്ടായിരുന്നതിനെ കുറിച്ച് ചർച്ചകളാണ് നടന്നത്. ഒരുപക്ഷെ ഈ സെഷനിൽ കുറച്ചുകൂടി ആത്മീയത, കല തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ കാലത്ത് നമ്മളത് നോക്കിക്കാണുമ്പോൾ എങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇന്ന തരത്തിൽ ഇത്തരം നേരത്തെ സൂചിച്ച ഭൗതികത, ആത്മീയത, അതുപോലെ സെക്യുലർ, സ്പിരിച്വൽ, ഇത്തരം ഡിവൈഡ്സ്, ഇത്തരം വിഭജനങ്ങൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അപ്രസക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു വിഭജനങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്തെ കല എന്തായിരിക്കും, അല്ലെങ്കിൽ ആത്മീയതയുടെ അന്വേഷണങ്ങൾ എന്തായിരിക്കും, തുടർച്ചകൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പക്ഷേ ഈ സെഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മധുവിൽ നിന്ന് തുടങ്ങും. ഈ മധു കഴിഞ്ഞ 2 ദിവസമായി വളരെ ഗൗരവമായി കുറിപ്പുകൾ എഴുതുകയും തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാരണം, അത്തരത്തിൽ ഒരു അപകടവും ഞാൻ ചെയ്യാത്തത് കാരണവും മധു തന്നെ ആരംഭിക്കുകയായിരിക്കും അതിൻ്റെ ഉചിതമായ കാര്യം. ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ 2-3 ദിവസമായിട്ട് സത്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംസാരിക്കാറ്. ഉറപ്പൊന്നുമില്ല. ഈ ആത്മീയതയെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാനങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു വിഷയമല്ല. മാത്രമല്ല ആ ഒരു വാക്ക്, പദം, സങ്കല്പം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ്.
ഈ പറഞ്ഞ പല രീതിയിൽ അത് നിർവചിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാക്കി മാറ്റുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ഒരു പദമായിട്ട് മാറും. അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പദമായിട്ട് മാറും. നമുക്ക് എന്തിനു വേണേൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിൽ മാറും. ഒരു സങ്കല്പം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ തത്വചിന്ത കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിൻ്റെ കൺസെപ്ച്വൽ ബൗണ്ടറി വളരെ പ്രധാനമാണ്. ആ കൺസെപ്ച്വൽ ബൗണ്ടറി ഇല്ലാതെ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പൊതുവേ നമ്മൾ ചെയ്യാറുണ്ട്, പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഗുണകരമാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് അത് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. ഒരു 2-3 പോയിന്റ്സാണ് എനിക്ക് ആകെ ഇതിന് പറയാനുള്ളത്. ഞാൻ ആദ്യം തന്നെ ആ 3 പോയിന്റ്സ് എന്താണെന്നുള്ളത് പറയാൻ ശ്രമിക്കാം. ഒന്ന്, നേരത്തെ വെങ്കടി സൂചിപ്പിച്ച പോലെ ആത്മീയത എന്നുള്ള വാക്ക് ഏതെങ്കിലും തരത്തിൽ അർത്ഥവത്താവണമെങ്കിൽ അതൊരു അർത്ഥം അതിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റണമെങ്കിൽ മറ്റൊരു വാക്കുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു പദവുമായിട്ടുള്ളൊരു വിരുദ്ധ സാദൃശ്യത്തിലൂടെ മാത്രം അർത്ഥം നൽകാൻ കഴിയുന്നൊരു വാക്കാണ് ആത്മീയത. കാരണം ഭൗതികത എന്നുള്ള വാക്കില്ലെങ്കിൽ പിന്നെ ആത്മീയതയില്ല. അതുകൊണ്ട് ഒരു ഭൗതികം അല്ലെങ്കിൽ ബോഡിലി ഭൗതികം എന്നൊക്കെ പറയാവുന്ന ഒരു വാക്കിന് അതിനോടുള്ള വിരുദ്ധ സാദൃശ്യം കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റുക. സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു ഒരു ദ്വന്ദ്വമുണ്ട് അവിടെ. ആത്മീയമാണെങ്കിൽ അപ്പുറത്ത് ആത്മീയമല്ലാത്ത എന്തോന്നുണ്ട്. അപ്പം ഈ ഒരു ദ്വന്ദ്വത്തെ, ബൈനറിയെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആത്മീയതയെപ്പറ്റി സംസാരിക്കാമെന്നാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും അത്. ഈ ദ്വന്ദ്വത്തെ പ്രീസപ്പോസ് ചെയ്യാതെ, പൂർവ്വകൽപ്പന ചെയ്യാതെ എങ്ങനെ നമുക്ക് ആത്മീയത എന്നൊരു വാക്കിന് അർത്ഥം കണ്ടെത്താൻ പറ്റും? അത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ താൽക്കാലികമായിട്ട് പറയാം എന്നല്ലാതെ അതിന് ആത്മീയതയെപ്പറ്റി എന്ത് പറയുമ്പോഴും ഈ ഒരു ദ്വന്ദ്വത്തെ നമ്മൾ പ്രീസപ്പോസ് ചെയ്യാതെ, പൂർവ്വകൽപ്പന ചെയ്യാതെ അതിനെപ്പറ്റി എന്ത് പറയുമ്പോഴും അത് വളരെ പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഒരു എന്താ പറയുക ഒരു തീർച്ചയുള്ള കാര്യങ്ങളായിക്കൊള്ളത്തില്ല. ചില ആലോചനകൾ പങ്കുവയ്ക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പം നമ്മൾ ഇപ്പം ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ, പുതിയ കാലത്തിൻ്റെ ആത്മീയത എന്നുള്ളത് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി, അത് ഏതാണ്ട് ഈ അർത്ഥത്തിലാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ വളരെ ഫാഷനബിൾ ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. ഭൗതികം ആത്മീയം എന്നുള്ള വേർതിരിവിനെ മറികടന്നുകൊണ്ട്, അതിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്നുള്ളതിനെ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് റിലിജ്യൻ ഇല്ലാതെ, റിലിജ്യനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യമായിട്ട്, ഒരു അനുഭവമായിട്ട് സ്പിരിച്വാലിറ്റിയെ കാണാം. അവിടെ എന്താ വെച്ചാൽ അവിടെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൗതികമായതൊക്കെ ആത്മീയമാണ് എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങൾ ശരീരം തന്നെ ആത്മീയമായിട്ടുള്ളത്, ശരീരവും ആത്മാവും രണ്ടല്ല. നിങ്ങൾ ശാരീരികമായിട്ടുള്ളതെല്ലാം ആത്മീയമായിട്ടുള്ള അനുഭവം, ശാരീരികമായ അനുഭവങ്ങളൊക്കെ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിനാൽ ദ്വന്ദ്വം ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റാറ്. അതാണ് അതിൻ്റെ ഒരാശയം, ഒരുപക്ഷെ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പ്രബന്ധത്തിൽ ഈ സ്ലോവേനിയൻ തത്വചിന്തകനായിട്ടുള്ള
സിസക് അതിനെപ്പറ്റി പറഞ്ഞൊരു കാര്യം, വളരെ തമാശയൊരു കാര്യമായിരുന്നു. ഞാൻ അതൊന്ന് പറയാം. ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സിസക് ഉപയോഗിക്കുന്ന വാക്ക് തന്ത്ര എന്നാണ്. തന്ത്രം നമ്മൾ പറയുന്ന തന്ത്രം. No wonder that Tantra is so popular today in the West. It offers the ultimate spiritual logic of late capitalism. എന്നാണ് സിസക്കിൻ്റെ ഒരു ഒബ്സർവേഷൻ. ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ സ്പിരിച്വൽ ലോജിക്കാണ് തന്ത്ര, ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ. യോജിക്കാം വിയോജിക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നുന്നു. It offers the ultimate spiritual logic of late capitalism, uniting spirituality and earthly pleasures, transcendence and material benefits, divine experience and ultimate shopping. എന്നാണ് പ്രസ്താവം മുഴുവൻ എടുക്കുക. The idea is that bliss comes from saying yes to all bodily needs, not from denying them. ഇതാണ് ഈ ഒരു ആശയം. ഒരു പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശരീരം ആത്മാവ് എന്ന ദ്വന്ദ്വത്തെ, ഭൗതികം ആത്മീയം എന്ന ദ്വന്ദ്വത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ആ ബൈനറിയെ ഉപേക്ഷിച്ചുകൊണ്ട് സ്പിരിച്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത് ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസമാണ്. ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഫിനോമിനനാണ് ഒരു പക്ഷേ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ് ഒരു ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. നമ്മളത് പിന്നെ അതിന് യോജിക്കുക വിയോജിക്കുക അത് വേറെ കാര്യമാണ്. ഒരു നിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എനിക്ക്. നമ്മളുടെ വിഷയം കലയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ പറഞ്ഞ വേണമെങ്കിൽ സിസക്ക് പറയുന്നതനുസരിച്ചാണെങ്കിൽ കമ്പോളത്തിൻ്റെ മാർക്കറ്റിൻ്റെ യുക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഫാഷനബിൾ ആയിട്ടുള്ള ഒന്നിനെ മാറ്റിവെച്ചുകൊണ്ട് ആത്മീയതയെപ്പറ്റി കലയുടെ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അതും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബൈനറിയെ മറികടന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വെങ്കിടി കുരേറ്റി എന്ന അല്ലെങ്കിൽ ഈ ആശയം എന്ന് പറയുന്നത് ഒരു പക്ഷേ കലയിലെ ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയ കല എന്ന് പറയുന്നതൊക്കെ ഈ ഒരു ആശയ പരിസരത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. കലയുടെ ഒരു മണ്ഡലത്തിൽ ആത്മീയതയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആത്മീയം ഭൗതികം എന്നുള്ള ഒരു വേർതിരിവിനെ വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. കാരണം കലാപരമായ പ്രവൃത്തികളൊക്കെ ഭൗതികമായ പ്രവൃത്തികളാണ്. ഭൗതികം എന്ന് ഞാൻ പറയുന്നത് ശരീരം അതിൽ ഉൾപ്പെടുത്തുന്നുള്ളതുകൊണ്ടല്ല, ശാരീരികമായി ശരീരസ്ഥമായ ഏർപ്പാടാണ് കല. എല്ലാ കലാ ആവിഷ്കാരങ്ങളും അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഈ കല എന്താണ് എന്നും കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നും സൗന്ദര്യത്തെപ്പറ്റിയുള്ള ചിന്തകളും അതും ആത്മീയതയുമായിട്ട് ഉള്ള ബന്ധവും ഒക്കെ പ്രധാനമായിട്ട് വരും. ഞാനിവിടെ കലയെപ്പറ്റിയുള്ള ഒരു വിചാരങ്ങൾ ഇവിടെ ഒരു മേഖലയായിട്ട് സാധാരണ പറയാറുള്ള എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. സൗന്ദര്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില വിചാരങ്ങളാണ് കലയിലെ ഈ സൗന്ദര്യത്തിൻ്റെ മൂല്യത്തെപ്പറ്റി സംസാരിക്കുന്ന ഒരു മേഖല. ഞാനിത് അതിൽ ഇതെങ്ങനെ ബന്ധപ്പെടുത്തും എന്നുള്ളത്, കലയും അല്ലെങ്കിൽ കലയിലെ സൗന്ദര്യ അനുഭവം എന്ന് പറയുന്നതും സൗന്ദര്യ അനുഭൂതി എന്നൊക്കെ പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭവമാണ് ആവുന്നത് എങ്ങനെ എന്നുള്ളത് അത് കൂട്ടിയിണക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ ചരിത്രം നോക്കിയാൽ, എസ്തെറ്റിക്സിലെയോ അല്ലെങ്കിൽ ഈ കലാചിന്തകരുടെ ചരിത്രം നോക്കിയാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനായിട്ട് ഞാൻ കാണുന്നത് ഇമ്മാനുവൽ കാണ്ടിനെ തന്നെയാണ്. ഇമ്മാനുവൽ കാണ്ടിൻ്റെ 3 പ്രധാന ക്രിട്ടിക്കുകളിൽ അവസാനത്തെ മൂന്നാമത്തെ ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് പഴയൊരു കൃതിയാണ്. വേണമെങ്കിൽ ഒരു ശുദ്ധ സൗന്ദര്യവാദത്തിൻ്റെയൊക്കെ ഒരു മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു പക്ഷേ ഈ കലയെ പറ്റിയിട്ടുള്ള നമുക്ക് വളരെ പോപ്പുലറായിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള കലാവിചാരങ്ങൾ, ഇപ്പോൾ സാംസ്കാരിക പഠനത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമന സാഹിത്യ ചിന്തകൾ അല്ലെങ്കിൽ പുരോഗമന കല എന്ന് പറയുന്ന ആശയം, ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു വിചാര മേഖലയിൽപ്പെടുന്ന ഒരു ഇടപെടലാണ് വാസ്തവത്തിൽ ഇമ്മാനുവൽ കാണ്ട് കലയെപ്പറ്റി നടത്തിയിട്ടുള്ളത്. കാണ്ട് ഒരിക്കലും അത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പറയുന്നത്, പക്ഷേ അതിലുള്ള 1-2 ആശയങ്ങൾ
വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കലയും ആത്മീയതയും എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അതിൽ ഒരുപക്ഷെ പലർക്കും അറിയാവുന്ന ഒന്നായിരിക്കും, എങ്കിൽ ഞാനത് ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഈ സൗന്ദര്യ അനുഭൂതി അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇത് കലയുടെ ഒരു പ്രധാനപ്പെട്ട, നമ്മളൊരു കല ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഒരു കലാവിഷ്കാരത്തെ നമ്മൾ പിന്തുടരുക അല്ലെങ്കിൽ അതിന് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ആ കലാ അനുഭൂതി എന്ന് പറയുന്നത് അതെന്താണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. ഒരു സാഹിത്യകൃതി വായിക്കുക അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെ നമ്മൾ കാണുക, ഒരു പെയിൻറ്റിങ് ഞാൻ കാണുമ്പോൾ കാണ്ട് സത്യത്തിൽ അതിന് മറ്റു മാത്രമല്ല പറയുന്നത്, നാച്ചുറലായിട്ടുള്ളതും ഒരു പൂവ് നമ്മൾ ആസ്വദിക്കുമ്പോൾ ഒരു പൂവ് മനോഹരമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് വളരെ മനോഹരമായ ഒന്നായിട്ട് എനിക്ക് അനുഭവപ്പെടുമ്പോൾ ഒരു സൗന്ദര്യ അനുഭൂതിയാണ്. സൗന്ദര്യത്തെ നിങ്ങൾ കാണുന്നത് ഇത് മനുഷ്യരുടെ പ്രത്യേക സവിശേഷമായ ഒരു കഴിവായി, ഒരു പ്രത്യേകമായ ശേഷിയായിട്ട്, സിദ്ധിയായിട്ടൊക്കെയാണ് കാണ്ടിനെ പോലുള്ള ആളുകൾക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ തട്ടാണ്. പെട്ടെന്നൊരു പൂവ് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു പെയിൻറ്റിങ് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകും, ഒരു ആനന്ദം ഉണ്ടാകുന്നു. സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഇത്. ഒരു തരത്തിൽ കാണ്ട് പറയുന്നത് ഒരു തരത്തിലുള്ള ആത്മീയമായ അനുഭവമാണ്. ആത്മീയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കാണ്ടിൻ്റെ ആ കൃതിയെ പറ്റിയുള്ള ഒരുപാട് പുതിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈവൻ പണ്ട് ഇത്തരം കൃതികളെ ഒന്നും ആലോചന വിഷയമാക്കാതിരുന്ന മേഖലകളിൽ കൂടി ഇപ്പോൾ ലെഫ്റ്റ് മാർക്സിസ്റ്റ് ഈസ്തെറ്റിക്സിലും റാൻസിയറെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഇപ്പോൾ കാണ്ടിൻ്റെ ഈ കൃതി വീണ്ടും വീണ്ടും വായിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും വായനകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണ്ട് അത് ആത്മീയം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും കാണ്ട് ആ ഒരു അനുഭവത്തെ, സൗന്ദര്യത്തിൻ്റെ അനുഭൂതി എന്ന് പറയുന്നത്, എസ്തെറ്റിക് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിലൊരു ആത്മീയതയുടെ ഒരു അംശം. ആത്മീയത എന്താണെന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. അത് അതിന് ആത്മീയം എന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്തെന്നുള്ളത് എനിക്ക് ഞാൻ വരാം. കാണ്ടത് വിളിക്കുന്നില്ല, പക്ഷെ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം കണ്ട് പറയുന്നത്, ഇപ്പോൾ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗീതം എന്തോ ആയിട്ടും ഒരു സൗന്ദര്യ മൂല്യം വന്നിട്ടുണ്ടാവും, എസ്തെറ്റിക് ആയിട്ടുള്ളൊരു വാല്യൂ അതിന് ഉണ്ടാവുന്നത്. അതിൽ ഒരു തരത്തിലുള്ള ഡിസിൻട്രസ്റ്റഡ്നെസ് ഉണ്ട് കാണ്ടിൻ്റെ ഒരു വാദം. പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള സംഗതിയായിരിക്കും. ഡിസിൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്, അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരനുഭവം. ഒരു പൂവ് സുന്ദരമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഡിസിൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ വേണമെങ്കിൽ നമുക്കൊരു നിർമ്മമത്വം എന്ന് വേണമെങ്കിൽ പറയാം. നിർമ്മമമായ ഒരു അനുഭവമാണ് സൗന്ദര്യാനുഭവം എന്നാണ് കാണ്ടിൻ്റെ ഒരു ഭാഗം. നിർമ്മമം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നുള്ളതാണ്. എൻ്റെ താല്പര്യം, എൻ്റെ ഇച്ഛ, എൻ്റെ ആവശ്യം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ് മമത എന്ന് പറയുന്നത്. നിർമ്മമമായ ഒരു അനുഭവമാണ് സൗന്ദര്യാനുഭവം എന്നാണ് കാണ്ടിൻ്റെ ഒരു വാദം. ഒറ്റനോട്ടത്തിൽ ഇത് വളരെ ശുദ്ധ സൗന്ദര്യം എന്നൊക്കെ പറയാവുന്ന ഒരു വാദമാണെന്ന് തോന്നുന്നു. പക്ഷെ കാണ്ട് ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം കാണ്ടിൻ്റെ കാലത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ഈ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ഒബ്സർവർ എന്നുള്ള അതിനോടും, അതുപോലെ ബ്യൂട്ടി ഒബ്ജക്റ്റീവായിട്ടുള്ള ഒന്നാണോ അത് സബ്ജക്റ്റീവാണോ, കാണുന്ന ആളുടെ കണ്ണിലാണോ സൗന്ദര്യമുള്ളത്, അത് വസ്തുവിൽ സൗന്ദര്യമുണ്ടോ, ഈ ഒരു ഡിബേറ്റിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കാണ്ട് ഇത് പറയുന്നത്. കാണ്ട് പറയുന്നത് ഒരു പുഷ്പം ഒരു സുന്ദരമായിട്ട് എനിക്ക് അനുഭവപ്പെടുമ്പോൾ ആ അനുഭവത്തിൽ തന്നെ ഒരു നിർമ്മമത്വം ഉണ്ട്. എന്തായിരിക്കും ആ പറഞ്ഞിരുന്നത്? ഒരു ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നത്, അതിന് ഇഷ്ടമുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഒരു ഭക്ഷണം ആസ്വദിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആസ്വാദനത്തിന് നിർമ്മമത്വം കാണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞതില്ല. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്കതിനോടുള്ള ഇഷ്ടമുണ്ട്,
എൻ്റെ ബോഡിലി ആയിട്ടുള്ള പല നീഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എൻ്റെ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം എൻ്റെ ശരീരത്തിന് നല്ലതാണ്. ഒരു ഭക്ഷണം നല്ലതാണെന്ന് പറയുമ്പോൾ എന്തിന് നല്ലതാണെന്നുള്ള ചോദ്യം അവിടെയുണ്ട്. എന്തിന് നല്ലതാണ്? നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ നല്ലതാണ്, എനിക്ക് കഴിക്കാൻ നല്ലതാണ്, എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യത്തിന് അനുയോജ്യമായ ഒന്നാണ്, എൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒന്നാണ്, എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നല്ലതാണ് ഭക്ഷണം. പക്ഷെ ഒരു പൂവ് നല്ലതാണെന്ന് പറയുമ്പോൾ അത് എനിക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മമം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തൊരു അനുഭവമാണ് ഒരു പൂവിൻ്റെ സൗന്ദര്യം. അത് എൻ്റെ കണ്ണിന് നല്ലതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അത് ഈ ഭക്ഷണം എൻ്റെ ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്നത് പോലെയല്ല. ഒരാവശ്യമോ താല്പര്യമോ എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യത്തിനും താല്പര്യത്തിനും ഒക്കെ ഉപരി ഒരു പൂവ് നല്ലതാവുന്നത് പൂവിൽ തന്നെ ഒരു ഭംഗിയുള്ളതുകൊണ്ടാണ്. ആ ഭംഗി എനിക്ക് വേണ്ടിയുള്ളതല്ല. ഇതാണ് കാണ്ടിൻ്റെ ഒരു വാദം. അപ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ സംതിങ് ഈസ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ് സെൽഫ്, അതിൽ തന്നെ അത് ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് നിർമ്മമമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ അനുഭവം. ഇത് കലയിലാണ് ഉള്ളത് എന്നാണ് കാണ്ടിൻ്റെ ഒരു വാദം. കലയെ പറ്റിയുള്ളത് കൃത്യമായി പറഞ്ഞ കല മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ബ്യൂട്ടി എന്നുള്ള സങ്കല്പം കലയിൽ മാത്രമല്ല, നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ സൗന്ദര്യ ആവിഷ്കാരങ്ങളിലും ഈ ഒരു നിർമ്മമത്വത്തിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് കാണ്ടിൻ്റെ വളരെ കണ്ടസ്റ്റബിൾ ആയിട്ടുള്ള, ഒരുപക്ഷെ ഒരുപാട് വിമർശനങ്ങളും കാണ്ട് ഇതിൽ നേരിട്ടിട്ടുണ്ട് ഈ ഒരു വാദം. അതിൻ്റെ മറ്റൊരു അംശം ഇത് പറയുന്നത് ബ്യൂട്ടിയുടെ മറ്റൊരു മേഖലയായിട്ട് കാണ്ട് പറയുന്നത് സബ്ലൈം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഉദാത്തം എന്നൊക്കെയാണ് സാധാരണ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്താറുള്ളത്. പക്ഷേ ഉദാത്തം എന്നുള്ള വാക്കിന് ഞാൻ എൻ്റെ എറ്റിമോളജി വെച്ചിട്ടൊന്നും അങ്ങനെ വാക്ക് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. എങ്കിൽ പോലും സാധാരണ പറയുന്നത് ഒരു അത്ഭുതത്തിൻ്റെ ഉദാത്തമായ ഒരു അതിനെയാണ് സബ്ലൈം എന്ന് പറയുന്നത്. സാധാരണ ഈ സബ്ലൈം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു തലം, സൗന്ദര്യ ആസ്വാദനത്തിൻ്റെ രണ്ടാമത്തെ തലമായിട്ട് കാണ്ട് പറയുന്നത് സബ്ലൈം. സബ്ലൈം എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു അതിനെ കാണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കാറ്റഗറി സംവർഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത, അതിൽ നിന്ന് കവിഞ്ഞ് നിൽക്കുന്ന ഒരനുഭവത്തെ നിങ്ങൾ എതിരേൽക്കുന്നതിനെയാണ് സബ്ലൈം എന്ന് പറയുന്നത്. ഒരു വലിയ വിശാലമായ ഒരു കടലിൻ്റെ ഒരു കടൽ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ, ആ കുട്ടിയുടെ കൺസെപ്ച്വൽ കാറ്റഗറീസിൽ ഒതുങ്ങാത്ത ഒന്നാണ് ആ കടൽ എന്ന് പറയുന്ന അനുഭവം. അതിന് പുറത്താണ് അതുണ്ടാക്കുന്നൊരു അത്ഭുതമാണ്. ഒരു ഹിമാലയം കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അല്ലെങ്കിൽ ഉയരം നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. നമ്മളുണ്ടാക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്, ആ അത്ഭുതത്തിന് കാണ്ട് പറയുന്നതാണ് അവിടെ ഹ്യൂമൻ റീസണിൻ്റെ നിങ്ങളുടെ കൺസെപ്ച്വൽ ആയിട്ടുള്ള കാറ്റഗറീസിന് പുറത്താണ് ഇത് നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പിടിതരാത്ത ഒന്നാണ്, അപാരമായ ഒന്നാണ്, അളക്കാൻ പറ്റാത്ത, നിങ്ങളുടെ അളവ് പാത്രങ്ങൾ മുഴുവൻ കവിഞ്ഞൊടുക്കുന്ന ഒരു അനുഭവത്തിൻ്റെ മുമ്പിൽ വളർന്നുള്ള കവിതയിൽ പറയുന്ന പോലെ നിർനിമേഷമായി നിൽക്കുന്ന എത്രമേ ഭാഗ്യാനിത മുന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്ന അനുഭവമാണ് കാണ്ടിൻ്റെ സബ്ലൈം. കല ഇങ്ങനൊരു സബ്ലൈം ആയിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറാം. ഈ രണ്ട്, ഒന്ന് നിർമ്മമത്വമാണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ സബ്ലൈമായിട്ടുള്ള ഈ അനുഭവം, ഈ അത്ഭുതം. അത്ഭുതം എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അലോക വസ്തുജന്യമായ ആശ്ചര്യമാണ് അത്ഭുതം എന്നാണ്. ഇതാണ് സാധാരണ അതിനെ പേര്. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അലോകം, നിങ്ങളുടെ ലോകത്തല്ലാത്ത, നിങ്ങളുടെ ലോകത്തിന് പുറത്തുള്ള, നേരത്തെ പറഞ്ഞ അപാരമായ, നിങ്ങൾക്ക് അളക്കാൻ കഴിയാത്ത അലോക വസ്തുജന്യമായിട്ടുള്ള ആശ്ചര്യത്തെയാണ്. ഇത് രണ്ടും, ഈ രണ്ട് അനുഭവങ്ങളിലും എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മളുടെ ഫൈനിറ്റ്യൂഡ്, മനുഷ്യരുടെ ഫൈനിറ്റ്യൂഡ് നമ്മൾ തിരിച്ചറിയണം. അത്ഭുതകരമായ ഒരു കാഴ്ചയുടെ മുമ്പിൽ മനുഷ്യർ നിൽക്കുമ്പോൾ നമ്മളെത്ര നിസ്സാരനാണ് എന്നുള്ള അനുഭവമാണ്. നിങ്ങൾക്ക് പുറത്തുള്ള ലോകത്തിൻ്റെ അത്ഭുതാവഹമായ ലോകത്തിന് മുമ്പിലുള്ള ആ നിൽപ്പാണ് സബ്ലൈമിൻ്റെ മൊമെൻറ്റ്. മറ്റൊന്ന് അതിലെ നിർമ്മമത്വമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഡിസിൻട്രസ്റ്റഡ് ആയിട്ടുള്ള, ഇത് രണ്ടും സത്യത്തിൽ ആത്മീയമായിട്ടുള്ളൊരു അനുഭവം.
ആത്മീയതയിൽ നമ്മൾ നിർമ്മമത്വം എന്ന് പറയുന്നതോ ഡിസൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്നതോ അനാസക്തം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് സത്യത്തിൽ കാണ്ട് ഈ ആർട്ടുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നത്. ഇത് റാൻസിയറിനെ പോലുള്ള ആളുകളൊക്കെ ഇത് വലിയൊരു കാഴ്ചയായിട്ട് കാണുകയും ഒക്കെ ചെയ്തു. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഞാനിത് മൂന്നും കഴിഞ്ഞിട്ട് മാഷിക്ക് കൈമാറാം. മാഷ് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനോട് പിന്നെ ചോദിക്കും. ഇതിനെ ആത്മീയം എന്ന് വിളിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കാം. വിളിക്കാതിരിക്കുന്നതാണ് ചിലപ്പോൾ സൗകര്യം ഉണ്ടാവുക. പക്ഷെ ഞാൻ ചിലപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ ആത്മീയം എന്ന് വിളിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ ഞാനൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ബൗണ്ടറി ഉള്ളൊരു വാക്കായിട്ടല്ല ഇവിടെ ആത്മീയം എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു അനുഭവത്തിൻ്റെ ഒരു തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാണ്ടിൻ്റെ സൗന്ദര്യത്തെ പറ്റിയുള്ള ചിന്ത അവതരിപ്പിച്ചത്. മറ്റൊന്ന് ഒരു പോയിന്റ് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആർട്ടിൻ്റെ കലയുടെ ഈ സ്പിരിച്വാലിറ്റി എന്ന് ഇപ്പം നമ്മൾ വിളിക്കുന്ന ഈ ഒരു അനുഭവം അതൊരു റെസിസ്റ്റൻസിൻ്റെ ഒരു സൈറ്റായിട്ട് മാറുക. എന്ത് തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് അവിടെ? ഒരു പക്ഷേ ഈ അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ആളുകൾ കലയെ പറ്റിയൊക്കെ മുമ്പ് കാര്യമായി ചിന്തിച്ചിട്ടുള്ള പഴയ ചിന്തകരും ഒക്കെ ഈ മനുഷ്യരുടെ പ്രവൃത്തികൾ, ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കലാപരമായ പ്രവൃത്തി ആയിക്കോട്ടെ മറ്റെന്ത് പ്രവൃത്തികളായിക്കോട്ടെ, ഈ പ്രവൃത്തികളെ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് പോയസിസ് എന്നാണ് അരിസ്റ്റോട്ടലിൽ വിളിക്കുന്നത്, മറ്റൊന്ന് പ്രാക്സിസ് എന്നുള്ളതാണ്, മൂന്നാമത്തൊന്ന് തിയറിയ എന്നുള്ളതാണ്. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളെ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുക എന്നുള്ളത് ഇത് പഴയൊരു ക്ലാസിഫിക്കേഷനാണ്. ഇത് വളരെ പ്രധാനമായിരിക്കും ഒരു പക്ഷേ കലയെ പറ്റിയുള്ള ചിന്തകളിലൊക്കെ വളരെ പ്രധാനമായിരിക്കും. അതിൽ പോയസിസ് എന്ന് പറയുന്ന വാക്ക് നിർമ്മിക്കുന്നതിനെയാണ് പോയസിസ്. മേക്കിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് അരിസ്റ്റോട്ടൽ അത് ഉപയോഗിക്കുന്നത്. അതിൽ മേക്കിംഗ് രണ്ട് തരത്തിലുള്ള മേക്കിംഗ് ഉണ്ടാവും. ഒന്ന് ഒരു കലാവസ്തു ഉണ്ടാക്കുന്നത്, ഒരു പ്രതിമ നിങ്ങൾ നിർമ്മിക്കുന്നത്, ഒരു കലം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാക്കുന്നത്, ഒരു വീട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പോയസിസിൻ്റെ മനുഷ്യർ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന. മേക്കിംഗ് ഇല്ലാത്തൊരു മനുഷ്യനില്ല. മനുഷ്യൻ്റെ ഒരു സ്പീഷീസ് ബീയിങ്ങിൻ്റെ ഭാഗമാണ് മേക്ക് സംതിങ്. അപ്പോൾ ആ മേക്കിംഗ് എന്നുള്ളത് അരിസ്റ്റോട്ടൽ അത് ഉപയോഗിക്കുന്ന കാലത്ത് ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിലല്ല അരിസ്റ്റോട്ടൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. മേക്കിങ്ങിനെയാണ് നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ, പോയസിസാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ എന്നുള്ള ഇതായിട്ട് മാറുന്നെങ്കിലും പ്രൊഡക്ഷൻ മാത്രമല്ല പോയസിസിലുള്ളത്, കലാ ആവിഷ്കാരവും പോയസിസാണ്. ഒരു കലാസൃഷ്ടിയെ ഉണ്ടാക്കലും പോയസിസാണ്. ഈ വേണമെങ്കിൽ കവനം എന്നുള്ള വാക്ക്, ഞാനത് കാപ്പൻ ഉപയോഗിക്കുന്ന വാക്ക് കവനം എന്നുള്ള വാക്കാണ്. ഒരുപക്ഷെ മലയാളത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്, പിന്നീട് ഇല്ലാതായിപ്പോയൊരു വാക്കുമായിരിക്കും ഒരുപക്ഷെ. കവനം എന്ന് പറഞ്ഞാൽ കവിത ഉണ്ടാക്കൽ മാത്രമല്ല, കവനം എന്ന് പറഞ്ഞാൽ മേക്കിംഗ്. കവന കൗമുദിയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇതാണ് മേക്കിങ്ങിൻ്റെ, ഈ പോയസിസിൻ്റെ ഒരു സ്വഭാവം. രണ്ടാമത് പ്രാക്സിസ്, അത് മേക്കിംഗ് അല്ലാത്ത പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സാധനം നിർമ്മിക്കലല്ലാതെയുള്ള മനുഷ്യരുടെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് പ്രാക്സിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഡൂയിങ് എന്നുള്ള അർത്ഥത്തിൽ, മേക്കിംഗ് അല്ല ഡൂയിങ് എന്നുള്ള കുറച്ചുകൂടി വിശാലമായിട്ടുള്ള തിയറിയ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. സൈദ്ധാന്തികം എന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന, തിയറി എന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഞാനത് പറയാൻ കാരണം ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പക്ഷേ ഈ മേക്കിംഗ് എന്ന് പറയുന്നത് മുഴുവൻ, നിർമ്മാണം എന്ന് പറയുന്നത് മുഴുവൻ ലേബറായിട്ട്, പ്രൊട്ടക്ഷനായിട്ട് മാറുന്ന ഒരു കാലത്താണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതായത് പോയസിസ് ഈസ് ബീയിങ് അബ്സോർബ്ഡ് ഇൻ പ്രൊട്ടക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാണ്ടൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു കലാസൃഷ്ടിയും ഒരു ക്രാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരു വസ്തു, നിങ്ങൾ സാധാരണ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതും ഒരു കലാസൃഷ്ടി നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസമായിട്ട് കാണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഒന്ന്, കലാസൃഷ്ടിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാണത്, ഫ്രീഡത്തിൻ്റെ ഒരു മേഖലയാണ്. അത് നിങ്ങളുടെ നെസസിറ്റിയിൽ വരുന്നതല്ല. ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കുന്നതിൻ്റെ
ഭൗതികമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെസസിറ്റി എൻ്റെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന അങ്ങനെയാണ്, എനിക്ക് വിശപ്പ് മാറ്റാൻ, കൃഷി നടത്തുന്നത് എനിക്ക് വിശപ്പ്, വീട് നിർമ്മിക്കുന്നത് എനിക്ക് മഴ കൊള്ളാതെയോ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെയോ ഒക്കെ ജീവിക്കാൻ മതി. ഇതൊക്കെ എൻ്റെ നെസസിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. നേരെ പോയ്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അരിസ്റ്റോട്ടലിൻ്റെ അർത്ഥത്തിൽ അല്ലാതെ പറയുകയാണെങ്കിൽ സാധാരണ തരത്തിലുള്ള പിന്നെ ഒരു 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 പെയിൻറ്റിങ് ഉണ്ടാക്കുന്നത്, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ, മറ്റേത് നെസസിറ്റിയുടെ മേഖലയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാണ്. ഈ ഒരു വേർതിരിവ് കാണ്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു പക്ഷേ വർക്ക് എന്ന് പറയുന്നത് ഇസ് ബീങ് അബ്സോർബ്ഡ് ഇൻ ടു ലേബർ. വർക്ക് എന്ന് പറയുന്ന മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മേഖലയിൽ കാണാവുന്ന വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഓഫ് ആർട്ട് എന്നല്ല നമ്മൾ സാധാരണ, വർക്ക് എന്ന് പറയുന്നത് മുഴുവൻ ലേബറായിട്ട് മാറിയ ഒരു കാലം. നെസസിറ്റി ഫ്രീഡത്തെ മുഴുവൻ അബ്സോർബ് ചെയ്തിട്ടുള്ള, വർക്ക് മുഴുവൻ ലേബറിലേക്ക് വെട്ടിച്ചുരുക്കപ്പെട്ടിട്ടുള്ള ഒരു കാലത്ത്. അപ്പോൾ വേണമെങ്കിൽ മാർക്സിസ്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ യൂസ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂയിലേക്ക് റിഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള, യൂസ് വാല്യൂ എന്നുള്ള ഉപയോഗ മൂല്യം എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ഒന്ന് വിനിമയ മൂല്യവുമായിട്ട് മാറി കംപ്ലീറ്റ്. അപ്പം നമ്മളുടെ എല്ലാ തരത്തിലുള്ള വർക്കിനെയും നിർണ്ണയിക്കുന്ന ഒരു ഇതായിട്ട് ലേബർ മാറി. എല്ലാത്തിനെയും, എല്ലാ മൂല്യങ്ങളെയും നിർണ്ണയിക്കുന്ന ഒന്നായിട്ട് എക്സ്ചേഞ്ച് വാല്യൂ മാറുന്നു. മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളെയും നിർണ്ണയിക്കുന്ന ഒന്നായിട്ട് ഈ പ്രൊഡക്ഷൻ്റെ, കമ്മോഡിറ്റി പ്രൊഡക്ഷൻ്റെ ലോജിക്ക് മാറുകയും ചെയ്യുന്ന കാലത്ത് കല എന്ന് പറയുന്നത്, അതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസിൻ്റെ സൈറ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു ഒബ്സർവേഷനായിട്ട് എനിക്ക് മുന്നിലേക്കാണ്. ഈ 3 പോയിന്റ്സാണ് ഞാൻ പെട്ടെന്ന് ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് പറയാൻ വേണ്ടിയ കാര്യം. ഇത് നമ്മൾ കൂട്ടിച്ചേർക്കാൻ പിന്നീട് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. വിമാഷ്ക്ക് ഞാൻ വെങ്കിടി പറഞ്ഞ് തുടങ്ങിയതും മധു കുറച്ചുകൂടി വിശദമാക്കുകയും ചെയ്ത ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആത്മീയത, ഏതൊരു സ്വപ്നയും നമുക്ക് വിശദീകരിക്കണമെങ്കിൽ അതിൻ്റെ അപരമായി നിൽക്കുന്ന മറ്റൊരു സ്വപ്നയോ സങ്കല്പനമോ ഉണ്ടാവുമ്പോഴാണ് ഒരു സ്വപ്നയ്ക്ക് അർത്ഥം കൈവരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബൈനറി, ആത്മീയത, വിപരീതം, ഭൗതികത, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഒരു ബൈനറി എന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാലത്തും നിലനിൽക്കുന്ന, വളരെ നെടുനായകത്വം വഹിക്കുന്ന ചില ചിന്താ പദ്ധതികളുടെ ഭാരത്തിന് കീഴിൽ മാത്രമേ നമ്മുടെ ചിന്ത സാധ്യമാവുകയുള്ളൂ. ആ നിലയ്ക്ക് ഇത്തരം ഒരു ബൈനറിയുടെ സ്പിരിറ്റ് മെറ്റീരിയൽ, ആത്മം, ഭൗതികം എന്ന് പറയുന്ന ഈ ഒരു ബൈനറിയുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ 7 വർണ്ണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സ്പെക്ട്രം എന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റ് എന്താണ് എന്ന് നമുക്കറിയാം, ഇൻഡിഗോ എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ കൃത്യമായി എവിടെ വെച്ചിട്ടാണ് വയലറ്റ് ഇൻഡിഗോ ആയി മാറുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ ബുദ്ധിമുട്ടായി തീരും. അല്ലെങ്കിൽ ഇൻഡിഗോ ബ്ലൂ ആവുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായി തീരും. മറ്റൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ആ തരത്തിലുള്ള 7 വർണ്ണങ്ങളെ നമ്മൾ വിശദീകരിക്കുന്നത് ആ ഓരോ വർണ്ണങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റുള്ള വർണ്ണങ്ങളിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് ദൃഷ്ടിഗോചരമാകുന്നത് കൊണ്ട് അവ വ്യത്യസ്തമാണ് എന്നും നാം അവയിൽ ആരോപിക്കുന്ന ഈ 7 വർണ്ണങ്ങൾ കൊണ്ടാണ്, അത്തരമൊരു സങ്കല്പമുള്ളത് കൊണ്ടാണ് നമ്മളതിനെ 7 വർണ്ണങ്ങളായിട്ട് കാണുന്നത് എന്നും ഒന്ന് മറ്റൊന്നായി വേർതിരിയുന്ന കൃത്യമായ അതിർവരമ്പ് നമുക്ക് വ്യവച്ഛേദിക്കുവാൻ സാധ്യമല്ല എന്ന് വരുന്നു. ഇറ്റ് ഈസ് എ കണ്ടിന്യൂറ്റി, അതൊരു തുടർച്ചയാണ്.
ഇത്തരമൊരു ചിന്ത അല്ലെങ്കിൽ സമീപനം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നു. കാരണം ഭൗതികമായ പ്രവൃത്തിയുടെയും പ്രയോഗത്തിൻ്റെയും പ്രാധാന്യം വളരെ കൃത്യമായി ശാസ്ത്രത്തിൻ്റെയും ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഭൗതികമായ രാഷ്ട്രീയ സങ്കല്പനങ്ങളുടെയും ഒക്കെ നിഴലിൽ ആത്മീയത എന്നത് അതിൽ നിന്നും തികച്ചും വിപരീതമായ മറ്റൊന്നാണ്, അതിനെ വേർതിരിച്ച് നിർത്തേണ്ടതാണ് എന്ന് മാത്രമല്ല അതിനുള്ളിൽ ശ്രേണീബദ്ധമായ ചില ധാരണകൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഭൗതികത എന്നത് കൂടുതൽ പ്രധാനമാണെന്നോ അല്ലെങ്കിൽ മറ്റു ചില ഇടങ്ങളിൽ ആത്മീയത എന്നത് കൂടുതൽ പ്രധാനമാണെന്നോ രീതിയിലുള്ള ഒരു മൂല്യനിർണ്ണയം കൂടി നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരു പ്രത്യേക രീതിയിൽ ആലോചിക്കുമ്പോൾ ആത്മീയത എന്നത് കലയും അതെ ആത്മീയതയുമതെ മനുഷ്യൻ്റെ സവിശേഷമായ ഒരവസ്ഥയിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. കലാപരമായ സൃഷ്ടി, ഇപ്പം നമ്മൾ ബീവറുകളെ കുറിച്ച് പറയാറുണ്ട്. ബീവർ എന്നുള്ള മൃഗങ്ങൾ, ചെറിയ ജീവികൾ, അവർ മനുഷ്യരെ പോലെ തന്നെ കെട്ടിട നിർമ്മാണം ചെയ്യുന്നവരാണ്. അല്ല എന്നുണ്ടെങ്കിൽ തേനീച്ചകൾ കൂടുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ കെട്ടിടം നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അത് ഈ ജീവികൾ ഒരർത്ഥത്തിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് അവരുടെ സ്വാഭാവികമായ അവരുടെ ഒരു ജീവി എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഒരർത്ഥത്തിൽ ബോധത്തിൻ്റെ വ്യാപാരം എന്ന നിലയ്ക്ക് പ്രകൃതിയിൽ നിന്നും ലോകത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരുവൻ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരുവൾ എന്ന അർത്ഥത്തിൽ ആ പ്രകൃതിയെയോ ലോകത്തെയോ തന്നെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഞാൻ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ അരിസ്റ്റോട്ടലും പ്ലേറ്റോവും തൊട്ട് ഇങ്ങോട്ടും ഭരതനും രസസിദ്ധാന്തത്തിൻ്റെ സങ്കല്പങ്ങൾ തൊട്ട് ഇങ്ങോട്ടും വരുന്ന ചിന്താ പദ്ധതികളുടെ അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധാരണ എന്നത് ഈ ഒരു വ്യതിരിക്തത, തനിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ തനിക്ക് അന്യമായി നിൽക്കുന്ന ലോകം, താൻ ഭാഗമാകുമ്പോൾ തന്നെ തനിക്ക് അപരമായി നിൽക്കുന്ന മറ്റൊരുവരും മറ്റുള്ള ആളുകളും ഈ ലോകവും, ഇവ തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ ബന്ധമില്ലായ്മയെ അവയ്ക്ക് മുകളിലുള്ള ഒരു പാലം നിർമ്മിക്കലാണ് പലപ്പോഴും മനുഷ്യൻ്റെ പ്രയോഗമായിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് ലോകവൃത്താനുകരണം നാട്യമേതൽ മയാകൃതം എന്ന് ഭരതൻ പറയുന്നു. ലോകവൃത്തത്തെ അനുകരിക്കുകയാണ് കലയുടെ, നാടകത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് തനിക്ക് പുറത്തു നിൽക്കുന്നതും താൻ തൻ്റെ വ്യാപാരത്തിലൂടെ, നാടകപ്രവൃത്തിയിലൂടെ, അഭിനയത്തിലൂടെ ആ ലോകത്തെ അനുകരിച്ച് അതിൻ്റെ, ഈ വാക്ക് വളരെ അപകടമാണ്, ഒരു പ്രതിനിധാനം എന്നത് നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് കലാപ്രവൃത്തി എന്ന് വരും. ആത്മീയതയെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ ഒരു നിലയ്ക്ക് ഈ ഒരു ബന്ധമില്ലായ്മയെ റിസോൾവ് ചെയ്യാനായിട്ട് താൻ ഭാഗമാകുമ്പോൾ തന്നെ താൻ ഭാഗമല്ലാതെ നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് സ്വരൂപിക്കാനായി, നിരൂപിക്കാനായുള്ള ശ്രമമായി ആത്മീയതയെ കാണുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ഈ ഒരു ഭൗതികം ആത്മീയം എന്നുള്ള വിച്ഛേദം നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നു. ഇപ്പോൾ ഫിനോമിനോളജിയിലൊക്കെ പറയുന്ന, ഹസേൾ മുതലുള്ള ചിന്തകരിൽ പറയുന്ന, ഒരിക്കലും വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നും എന്തും നിർമ്മിക്കപ്പെടുന്നത് താനും ആ പുറമേ നിൽക്കുന്ന വസ്തുവുമായുള്ള ബന്ധത്തിലൂടെയാണ് എന്നും അതിനകത്ത് ഇൻറ്റൻഷനാലിറ്റി, ഉദ്ദേശപരതയുണ്ട്, അതിനകത്ത് മുന്നേ നിൽക്കുന്ന ധാരണകളുടെ ഭാരങ്ങളുണ്ട്,
അതിനകത്ത് കൃത്യമായി താൻ അതിൽ ആരോപിക്കുന്നതും അതിൽ നിന്നും സ്വീകരിക്കുന്നതുമായ അംശങ്ങളുടെ ഘടകങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ബന്ധത്തിലൂടെ, അന്യോന്യ ബന്ധത്തിലൂടെ, മ്യൂച്വാലിറ്റിയുടെ ഇൻ്ററാക്ഷനിലൂടെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ, ആത്മീയത എന്നത് താൻ കൂടി ഭാഗമാകുന്ന ഒരാത്മീയത എന്നത്, താനും ലോകവുമായുള്ള ബന്ധത്തെ നിർവചിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും ഭാഗമായി തന്നെ പരിഗണിക്കേണ്ടി വരും. ഞാനിതിങ്ങനെ പറയാൻ കാര്യമുണ്ട്. കാരണം പലപ്പോഴും ഇപ്പോൾ വെങ്കടി തന്നെ തുടക്കത്തിൽ പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, എന്താണ് സ്പിരിച്വൽ, എന്താണ് ആത്മീയം? ആത്മീയം എന്നതിൻ്റെ ലക്ഷണങ്ങളായി, ആത്മീയം എന്നതിൻ്റെ സൂചനകളായി, അതിൻ്റെ ഭാഗമായി കാണേണ്ട ചില സവിശേഷ മോട്ടിഫുകളോ തീമുകളോ സങ്കല്പങ്ങളോ ഒക്കെയുണ്ട് എന്നും, അത് കലയിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ കല ആത്മീയമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനപ്പുറം പോകുന്ന വിധം കല തന്നെ, കലാപ്രവൃത്തി തന്നെ ആത്മീയമാണോ എന്ന ചോദ്യമായിരിക്കും ഒരു പക്ഷെ ചോദിക്കേണ്ടി വരിക. ഇപ്പോൾ വളരെ ദീർഘമായ ഒരു ചരിത്രത്തിൽ നമ്മൾക്ക് ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പൗരാണികമായ ബോധത്തിൻ്റെ ഭാഗമായി, അല്ല എന്നുണ്ടെങ്കിൽ പാശ്ചാത്യ മാതൃകകൾ എടുക്കുകയാണെങ്കിൽ ഗ്രീക്ക് മോഡലുകളിലുള്ള ഒരു വളരെ വിസ്തൃതമായ ഒരു കോസ്മിക് ധാരണ എന്നത് അന്നത്തെ കൃതികളിൽ ഉണ്ടായിത്തീരുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്തിഗീതങ്ങളും ദൈവങ്ങളെ, ഈശ്വരന്മാരെ പ്രകീർത്തിക്കുന്ന ഗീതങ്ങളും ഒരർത്ഥത്തിൽ സ്വന്തം ആത്മീയമായ ഒരു സഞ്ചാരത്തിൻ്റെ, ഒരു പ്രയാണത്തിൻ്റെ പ്രകാശനമായി തീരുന്ന കൃതികളും നമുക്കുണ്ടാകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആത്മീയത എന്ന കൃത്യമായി വ്യവച്ഛേദിക്കപ്പെടുന്ന ഒരനുഭവത്തിൻ്റെ പ്രകാശനം, അല്ലെങ്കിൽ അവയുടെ എക്സ്പ്രഷൻ, ആവിഷ്കാരം എന്ന രീതിയിൽ കലാസൃഷ്ടികൾ മാറുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ജോർജീനിയ ഹൗട്ടൺ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ ഒരു പെയിൻറ്ററായിരുന്നു, ലേഡി പെയിൻറ്റർ. അവർ ആദ്യകാലങ്ങളിലൊക്കെ വെറുതെ കരി വെച്ചിട്ട് വരയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അവർ യഥാർത്ഥത്തിൽ പെയിൻറ്റിങ്ങിലേക്ക് പോകുന്നത്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കാണിക്കാൻ, ഇത് കാണുന്നത് വലിയ എളുപ്പമായിരിക്കില്ല, പക്ഷെ വളരെ ഇൻട്രിക്കറ്റായിട്ടുള്ള, അവർ മനസ്സിനെ ഏതോ അർത്ഥത്തിൽ ഉറക്കിക്കിടത്തിക്കൊണ്ട് അബോധത്തിൻ്റെ വ്യാപാരം എന്ന നിലയ്ക്ക് ഈ വരകൾ വരയ്ക്കപ്പെടാൻ സ്വയം അനുവദിക്കുകയും അത്തരത്തിൽ വളരെ ഇൻട്രിക്കറ്റായിട്ടുള്ള പാറ്റേൺസ് അവർ വരയ്ക്കുകയും അതിനെ അവർ യേശുവായിട്ടും ദൈവത്തിൻ്റെ അനുഭവമായിട്ടും സ്വർഗരാജ്യമായിട്ടും ഒക്കെ അവരതിനെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. അതിൽ ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ എല്ലാവരും കാണാൻ പറ്റും തോന്നില്ല എന്നത്. ഇതിനെ ഇവർ വിളിക്കുന്നത് ലവ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവപ്രേമം, ദൈവപ്രണയം എന്ന് പറയുന്നത്. ഞാൻ ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഇവിടെ ആത്മീയത എന്നൊരു സബ്ജക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് കലയുടെ അവിഭാജ്യ ഘടകം എന്ന നിലയ്ക്കല്ലാതെ അത് ഒരുപക്ഷെ രാഷ്ട്രീയം സബ്ജക്റ്റ് ആവുന്ന പോലെ, സാമൂഹിക അനുഭവം സബ്ജക്റ്റ് ആകുന്ന പോലെ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാല്യകാലം സബ്ജക്റ്റ് ആവുന്ന പോലെ ഈ ഒരു ആത്മീയത എന്ന അനുഭവം ഇതിൻ്റെ വിഷയം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാത്ത രീതിയിൽ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മധു സൂചിപ്പിച്ച ആ അർത്ഥത്തിൽ ഈ പ്രക്രിയ എന്ന് പറയുന്നത് നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നത്, പോയസിസ് എന്നുള്ളതിനെ മേക്കിംഗ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലിറ്ററേച്ചർ മേക്കിംഗ് ആണെങ്കിൽ വിമർശനം മേക്കിംഗ് ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് മാറുന്നത്. അതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണ്. ഉണ്ടായ ഒന്നിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് കലയിൽ ആത്മീയത വരുന്നത് എന്നത് വളരെ ഗൗരവമായ ചോദ്യമായിട്ട് മാറുന്നു. ഒരർത്ഥത്തിൽ പോയട്രി ഈസ് ദാറ്റ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്നു. നമ്മളുടെ പ്രതിനിധാന സാധ്യതകളൊക്കെ തന്നെ
തികച്ചും പരിമിതവും അപര്യാപ്തവുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രതിനിധാന സാധ്യതകളെ, വിനിമയ സാധ്യതകളെ, ആ മാധ്യമങ്ങളെ ഉപയോഗിച്ച് തന്നെ ആ പ്രതിനിധാന പരിമിതികൾക്കപ്പുറം പോകാനുള്ള ശ്രമമാണ് പോയട്രി എന്ന് പറയുന്നത്. ആ പോയട്രി എന്നത് കലയുടെ മുഴുവനും ഒരു അർത്ഥസമ്പത്തായിട്ട് നാം കാണുകയാണെങ്കിൽ കലയുടെ പ്രവൃത്തി തന്നെ ഈ അർത്ഥത്തിൽ ബോധപൂർവമോ അബോധപൂർവമോ ആയി ലോകത്തെ അർത്ഥം കൽപ്പിക്കുക, ലോകം എന്ത് എന്ന് മനസ്സിലാക്കുക, താനും ലോകവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് മനസ്സിലാക്കുക എന്നാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. ഉദാഹരണത്തിന് ഭരതൻ പറയുന്നുണ്ട്, വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന് പറയുന്നു. അതേസമയം പാശ്ചാത്യത്തിൽ അരിസ്റ്റോട്ടിൽ കഥാർസിസിനെ കുറിച്ചാണ് പറയുന്നത്, വികാര വിരേചനത്തെക്കുറിച്ച്. ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം, രണ്ട് വിഭാഗങ്ങളായിട്ട് കലയുടെ പ്രവൃത്തിയെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കല ഏതൊരു തരത്തിൽ ഒരു ആത്മത്തെയും ലോകത്തെയും, താൻ എന്ന് പറയുന്ന സെൽഫ് എന്ന് പറയുന്ന ഒരു ഘടകത്തെയും ലോകത്തെയും തമ്മിലുള്ള ബന്ധത്തെ ഏത് രീതിയിൽ നിർവചിക്കുന്നു എന്നത് ക്രിയേറ്റിവിറ്റിയുടെ സർഗാത്മകതയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, മറുവശത്ത് ഇതിൻ്റെ സ്വീകരണം എന്ന നിലയ്ക്ക് ആ അനുഭവം ഏത് രീതിയിൽ ഒരു അനുവാചകനെ സ്വാധീനിക്കുന്നു, ഏത് തരത്തിലുള്ള അനുഭവം അയാളിൽ അല്ലെങ്കിൽ അവളിൽ അത് നിർമ്മിക്കുന്നു എന്ന ചോദ്യമായിട്ട് രണ്ട് രീതിയിൽ കാണാൻ കഴിയും. അങ്ങനെ കാണുമ്പോൾ ക്രിയേറ്റിവിറ്റി റിസെപ്ഷൻ എന്നുള്ളത്, സർഗാത്മകത സ്വീകരണം എന്ന് പറയുന്നത് രണ്ടും കലയുടെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ആത്മീയതയിലും ഈ രണ്ട് മുഖങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ താൻ എന്ന് പറയുന്ന, തന്മ എന്ന് പറയുന്ന ഒരനുഭവത്തെ ലോകത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഈ ലോകം തനിക്ക് ഉണ്ടായിത്തീരുന്നത് എന്ന അന്വേഷണം ഒരുപക്ഷെ തനിക്ക് മാത്രമല്ല സാധാരണീകൃതമായ വലിയ ഒരു തന്മയുടെ ഒരു വിശ്ലേഷണമായിട്ട് അത് മാറുകയും ചെയ്യും. ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെയാണ് ഈ സാധാരണീകരണം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമായിട്ട് മാറുന്നത്. മധു സൂചിപ്പിച്ച പറയുന്ന ഡിസിൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്നത് അത് താല്പര്യമില്ലായ്മയല്ല. അവിടെ താൻ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ താൻ എന്നതിലപ്പുറം പോകുന്ന വിധം തൻ്റെ തന്മ എന്നത്, തൻ്റെ സ്വത്വം എന്നത്, സ്വത്വം എന്ന് പറഞ്ഞാൽ മധു സമ്മതിക്കില്ല, സെൽഫ് എന്നുള്ളതിനെ തന്മ എന്ന് പറഞ്ഞാലേ സമ്മതിക്കുള്ളൂ. അപ്പോൾ തന്മ എന്നത് എങ്ങനെ തൻ്റെ തന്മയിൽ നിന്നും അതിക്രമിച്ച് ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും തന്മയായി രൂപാന്തരപ്പെടുന്ന രീതിയിൽ അത് വളരെ കൃത്യമായി വൈയക്തികമായ ശാരീരികമായ ഒരു അനുഭവത്തിനപ്പുറം പോകുന്ന എല്ലാവരുടെയും അനുഭവമായി മാറാൻ കെൽപ്പുള്ള രീതിയിൽ അതിനെ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരർത്ഥത്തിൽ ആ ഒരു സാധാരണീകരണം വരുന്നത്. ഇപ്പോൾ അഭിനവഗുപ്തൻ്റെ ഒരു ഗംഭീര ഉദാഹരണം നൽകുന്നുണ്ട്. രാമനായിട്ട് ഒരാൾ അഭിനയിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. രാമനായിട്ട് ഒരാൾ അനുഭവിക്കുമ്പോൾ ഇത് കാണുന്ന ആൾക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ രാമനായിട്ട് അനുഭവിക്കുന്ന ആൾ രാമനല്ല എന്ന് നമുക്കറിയാം. ആ രാമനല്ല എന്ന കാര്യം നമ്മൾ മറക്കുന്നു. ഇവിടെ വരുന്ന രാമൻ യഥാർത്ഥത്തിലുള്ള രാമനല്ല എന്നും നമുക്കറിയാം. ആ യഥാർത്ഥത്തിലുള്ള രാമനല്ല എന്നതും നമ്മൾ മറക്കുന്നു. ഇതിനെ പാശ്ചാത്യർ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് വിളിക്കും. അവിശ്വാസത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ വ്യക്തിയുമല്ല, കഥാപാത്രമായിട്ടുള്ള ആ വ്യക്തിയുമല്ല, അല്ലെങ്കിൽ ആ പൗരാണികമായ കാലത്തെ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമല്ല. ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതിനിധാനമാണ് ഈ രാമൻ എന്ന് വരുമ്പോൾ, ആ രാമനെ പുനഃസൃഷ്ടിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുമ്പോൾ, ഈ വ്യക്തി താനായിരിക്കുമ്പോൾ തന്നെ താനല്ലാതെയായി തീരുകയും
രാമനായി തീരാതെ തന്നെ മറ്റൊരു രാമനായി തീരുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ തന്നിൽ നിന്നും അതിൽ നിന്നും വിടുതൽ തേടുകയും മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ മൂന്നാമത്തെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു അനുവാചകന്, ഒരു കാഴ്ചക്കാരന്, ഒരു കേൾവിക്കാരന് അത് സ്വീകരിക്കാൻ കഴിയുന്നത്. നാം ഇവിടെയാണ് അത് പറയേണ്ടി വരും. അതായത് ഈ ടിയർ ജർക്കേഴ്സ് പോലെയുള്ള സിനിമകളും പോണോഗ്രഫിയെക്കുറിച്ചും വളരെ അടുത്ത കാലത്ത് സൂസൻ സൊണ്ടാഗോ ഒക്കെ എഴുതിയിരിക്കുന്ന, സൂസൻ സൊണ്ടാഗിന് ശേഷം വലിയ ഫെമിനിസ്റ്റ് ചിന്തയെ എഴുത്തുകാരി എലൈൻ ഷോവാൾട്ടർ എഴുതിയിരിക്കുന്ന കാര്യം അവർ പറയുന്നു, അത് എന്തുകൊണ്ട് ആർട്ടാവുന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ മുൻപിൽ കാണുന്ന ഈ ദൃശ്യം നിങ്ങളെ വ്യക്തിപരമായി തന്നെ നിങ്ങളെ അത് ബാധിക്കുകയും നിങ്ങൾക്ക് അത് കണ്ട് കരയുകയും നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒന്നുപോലെ തന്നെ അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും കലയാവുന്നില്ല. നമ്മളൊരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ കരച്ചിലും സങ്കടവും നമ്മൾ കാണുന്നുണ്ടാവും. അത് കണ്ട് നമുക്ക് കരച്ചിൽ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും അസലായിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരുടെ കരച്ചിൽ, ഒന്നും കൂടി അത് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പോകാറുണ്ടാവില്ല. പക്ഷെ ഒരു കലാസൃഷ്ടിയാകുമ്പോൾ അതേ സന്ദർഭം തന്നെ, രംഗം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അത് ഞാൻ എന്ന് പറയുന്ന, ഞാനവിടെ സെൽഫിഷ് എന്ന വാക്ക് ഉപയോഗിക്കും. സ്വാർത്ഥപരമായ സ്വന്തം അനുഭവത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നായല്ല കലാപരമായ ആ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ യഥാർത്ഥ പുരുഷനിൽ നിന്നും വ്യത്യസ്തപ്പെടുകയും പൗരാണിക പുരുഷനിൽ നിന്നും വ്യത്യസ്തപ്പെടുന്ന ഒരു രാമൻ ഉണ്ടാകുന്ന പോലെ ആ സ്വീകരണത്തിൽ ഞാൻ എന്നിൽ നിന്നും വിടുതൽ നേടുകയും സാധാരണീകൃതമായ ഒരു തന്മയിലേക്ക് മാറുകയും ചെയ്യുന്നു. ആ തന്മ എന്നതാണ് ഒരുപക്ഷെ ഈസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടി വരുന്നത്. ഈഡിപ്പസ് റെക്സ് എന്നൊരു നാടകം നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നിവിടെ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞ ഉത്തരരാമചരിതം എന്ന ഭവഭൂതിയുടെ നാടകം നമ്മൾ കാണുമ്പോൾ, ആ കാണുന്ന അവസരത്തിൽ അതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി കാലത്തിനും ഇടത്തിനും അപ്പുറം പോകുന്ന ഒരു കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ അകത്ത് നാം ഓരോരുത്തരും ആകുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരം എന്ന് പറയുന്നത് നാം നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ ബാക്കി വയ്ക്കുകയും മാറ്റി വയ്ക്കുകയും നാം മറ്റൊരുത്തൻ്റെ തരം ആയി മാറുകയും അത്തരത്തിലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ എനിക്ക് തോന്നുന്നു, ഇതിനെയാണ് ഞാൻ ആത്മീയം എന്ന് വിശേഷിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അത് അപരനെ മനസ്സിലാക്കൽ മാത്രമല്ല, അത് മറ്റൊരു അനുഭവത്തെ മനസ്സിലാക്കൽ മാത്രമല്ല, അത് മറ്റൊരു രീതിയിലുള്ള മറ്റൊരു കാലത്തെ മറ്റൊരു ലോകത്തെ മനസ്സിലാക്കൽ മാത്രമല്ല, മറിച്ച് താനും അതിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് തൻ്റെ വളരെ പരിമിതമായിട്ടുള്ള ഒരു പരിതോവസ്ഥയുടെ കൃത്യമായ അതിർവരമ്പുകൾക്ക് അപ്പുറം പോകുന്ന ഒരു ട്രാൻസെൻഡൻസ് അവിടെ നടക്കുമ്പോഴാണ് ഇത്തരമൊരു അനുഭവം കലയിലുണ്ടാകുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്ന ഭരതവാക്യം പ്രധാനമാകുന്നത്. എന്താണ്? വിഭാവങ്ങളും അനുഭാവങ്ങളും വ്യഭിചാരി ഭാവങ്ങളും കൂടിച്ചേരുമ്പോഴാണ് രസം നിഷ്പന്നമാകുന്നത്. അതിൽ സ്ഥായി ഭാവം വിട്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ചേരുമ്പോഴാണ് ഇത് വരുന്നത് എന്ന് പറയുന്നു. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകുന്നു, രസം എവിടെയാണ് ഉണ്ടാകുന്നത്? രസം മധു ചോദിച്ച പോലെ, അല്ലെങ്കിൽ കാന്ത് പറഞ്ഞ പോലെ, കൃത്യമായി ഈ വസ്തുവിലാണോ രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? സൗന്ദര്യമാണോ രസം നൽകുന്നത്? അതോ ആ രസം എന്നുള്ള അനുഭവം നമ്മിലുണ്ടാവുന്നതാണോ? അങ്ങനെ നമ്മിലുണ്ടാകുന്നതാണ്, അതിൽ നമ്മിൽ നിർമ്മിക്കപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ കലാനുഭവം കഴിഞ്ഞതിന് ശേഷവും ആ അനുഭവം അതേപോലെ തന്നെ നമ്മിൽ നിലനിൽക്കേണ്ടി വരും. അതില്ല എന്നതുകൊണ്ട് തന്നെ, അത് മാത്രമായി അതിനകത്ത് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ കലയുടെ അനുഭവവും താനും തമ്മിലുള്ള ബന്ധത്തിലാണ്
ഈ ഒരു പ്രത്യേക രസത്തിൻ്റെ അനുഭവം ഉണ്ടാവുന്നത് എന്ന് നാം അനുമാനിക്കേണ്ടി വരുന്നു. ഈ ബന്ധം എന്നത് അതല്ലാതായി തീരുകയും ഞാനല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അവിടെയാണ് ഇത് രണ്ടും ട്രാൻസെൻഡൻസ് എന്ന രീതിയിൽ കാണേണ്ടി വരിക എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെയാണ് പലപ്പോഴും രസാനുഭവം എന്നുള്ളത് ബ്രഹ്മാനന്ദ തുല്യമാണ്, സച്ചിദാനന്ദ തുല്യം എന്നുള്ളത് ബ്രഹ്മാനന്ദ തുല്യമാണ്. വളരെ രസകരമായ കാര്യം എന്നുള്ളത്, ഞാൻ ക്ലാസിക്കൽ ആയിട്ടുള്ള സങ്കല്പങ്ങളെ ഉപജീവിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഥാൾസിസ് എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ തന്നെ ഇത് നമ്മുടെ ഇവിടെ പിത്തം കഫം എന്ന് പറയുന്ന 4 വിധങ്ങളിലുള്ള മനുഷ്യ സ്വഭാവത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമായിട്ട് ഫ്ലെം എന്നൊക്കെ പറയുന്ന 4 ഹ്യൂമേഴ്സാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഹ്യൂമർ കൂടുതൽ വരികയാണെങ്കിൽ അത് സമതുലിതാവസ്ഥ ഇല്ലാതെയായി തീരുമെന്നും മനുഷ്യൻ അനാരോഗ്യത്തിലേക്ക് പതിക്കുമെന്നും അവിടെയുള്ള സങ്കല്പം. ഇവിടെ അതെ, കഫപ്രകൃതിയാണ് അല്ലെങ്കിൽ പിത്തപ്രകൃതിയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചില അസുഖങ്ങളും അനാരോഗ്യങ്ങളും ഉണ്ടാവും. അത് കുറയ്ക്കണം അല്ലെങ്കിൽ കുറവുള്ളത് കൂട്ടണം എന്നാലാണ് ഒരു ബാലൻസ് ഉണ്ടാവുക എന്ന സങ്കല്പം. ഇതിനനുസൃതമായാണ് ഈ കഥാൾസിസിൻ്റെ സങ്കല്പം. നിങ്ങൾ പ്രത്യേകിച്ച് ഭയവും ദുഃഖവും അതികഠിനമായി നിങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി നിങ്ങളിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അധികമായി നിൽക്കുന്ന വികാരങ്ങൾ നിങ്ങളിൽ നിന്ന് വിവേചനം ചെയ്യപ്പെടുന്നുവെന്നും ആ അനുഭവത്തിൻ്റെ ഫലമായി നമ്മളൊരു സമതുലിതാവസ്ഥ എത്തിച്ചേരുന്നുവെന്നും ഒരു ശാന്തി എന്നത്, ശാന്തത എന്നത് കൈവരിക്കുന്നു എന്നുമാണ് അതിനകത്തുള്ള സങ്കല്പം. ഇതേ സങ്കല്പം തന്നെയാണ് മറ്റൊരു നിലയ്ക്ക് രസസിദ്ധാന്തത്തിലും വരുന്നത്. താൻ എന്ന് പറയുന്ന വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ നിന്നും വിടുതൽ നേടി ട്രാൻസെൻഡൻസിൻ്റെ അതീതമായ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ ഈ താൻ എന്നത് സാധാരണീകൃതമായ ഒരു താനായി മാറുകയും അത് തനിക്ക് ബ്രഹ്മാനന്ദത്തിൻ്റെ, സച്ചിദാനന്ദത്തിൻ്റെ അവസ്ഥ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. എനിക്ക് ഒരു വലിയ പ്രിപ്പയർ ചെയ്തിട്ടല്ല പറഞ്ഞേക്കണേന്നതിൽ നിന്ന് വ്യക്തമാണ്. മധു പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടി വരും. ഇത്തരത്തിൽ നമ്മൾ ആത്മീയത എന്നത് ഒരു വിഷയമായിട്ടോ ഒരു തീമായിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടീവായിട്ടോ കാണുന്നതിനപ്പുറം ആത്മീയത എന്നത് മനുഷ്യന് ലോകവുമായുള്ള ബന്ധത്തെ നിർവചിക്കുവാനും ആ ബന്ധത്തെ സ്വയം മനസ്സിലാക്കുവാനും ആ ബന്ധം ഏത് തരത്തിൽ തന്നെ മാറ്റിയെടുക്കാമെന്ന് സ്വയം അറിയുകയും ചെയ്യുന്ന ഒന്നാണ് ആത്മീയത എന്നുണ്ടെങ്കിൽ അത് കലയുടെ പ്രവൃത്തിയുടെയും അടിസ്ഥാനം തന്നെയായിട്ട് നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ സെൻസിലോ ഒരു സോഷ്യൽ സെൻസിലോ മാത്രം ചുരുക്കാവുന്ന വിധത്തിലല്ലാതെ കലയിൽ വളരെ കൃത്യമായ ഒരു വിമർശന സ്വഭാവം അതിനകത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. തോമസ് മൂറിൻ്റെ യുട്ടോപ്പിയ എന്നുള്ള കൃതി രചിക്കപ്പെടുന്ന കാലത്ത് പലരും അതിനെ വിമർശിച്ചു. ഇതൊരു സ്വപ്നമല്ലേ, എല്ലാം ഗംഭീരമായിരിക്കുന്ന സബ്ലൈം എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ, ഒരു സ്വപ്നതുല്യമായൊരു ലോകത്തിൻ്റെ തികച്ചും ഫിക്ഷണലായിട്ടുള്ള, തികച്ചും ഇമാജിനറി ആയിട്ടുള്ള ഒരു ലോകത്തിൻ്റെ സൃഷ്ടി മാത്രമല്ലേ ഇത്, എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? അതിന് തോമസ് മൂർ അന്ന് ഒരു ഉത്തരം പറഞ്ഞു. അതൊരു പക്ഷേ നമ്മുടെ അലങ്കാരങ്ങളിൽ അർത്ഥാന്തരന്യാസം എന്ന് പറയുന്നതിന് തുല്യമായിരിക്കാം. കാട്ടിലെ മൃഗങ്ങളെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് കവി പറയുന്നതിൻ്റെ അർത്ഥം നാട്ടിലെ ജനങ്ങൾക്കൊന്നും സുഖമില്ല എന്ന് പറയുന്ന സൂചനയാണ്. എന്ന പോലെ ഇത്തരമൊരു യുട്ടോപ്പിയയുടെ സങ്കല്പം ഫിക്ഷനിലൂടെ കൊണ്ടുവരുമ്പോൾ അത് വ്യംഗ്യേന സൂചിപ്പിക്കുന്നത് യാഥാർത്ഥ്യം അതുപോലെയല്ല എന്ന് പറയുന്ന ഒരു വിമർശനമാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു രസാനുഭവം എന്നത് അല്ലെങ്കിൽ ഒരു കത്താർട്ടിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ നിലയ്ക്ക് നിന്ന് ആധുനികമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചല്ല ഞാൻ പറയുന്നത്, ആ ഒരു അവസ്ഥയിലെത്തുക എന്ന് പറയുന്നത് താൻ വളരെ വിപുലമായ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ
ഒരു മനുഷ്യബോധത്തിൻ്റെ, ഒരു മാനവിക ബോധത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക ആണ് സ്പിരിച്വാലിറ്റിയിലൂടെയും ആർട്ടിലൂടെയും നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ വിമർശനം എന്നത് മൈക്ക് വെച്ച് വിളിച്ച് പറയുന്ന പോലെയായിരിക്കില്ല, അതിൻ്റെ രൂപത്തിൽ തന്നെ അത് ഉള്ളടങ്ങിയിരിക്കുന്നു. ഇതുകൂടി പറഞ്ഞു തീർക്കട്ടെ, ആർട്ടിൻ്റെ സ്പിരിച്വാലിറ്റി എന്നത് അതിൻ്റെ ഉള്ളടക്കത്തിലല്ല, അതിൻ്റെ രൂപത്തിൽ തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം, ആൻഡ് ഇൻ ദാറ്റ് ഫോം, in being able to provide the vision of a universe, the vision or the experience of a universe which goes beyond the mundane and the here and the now. It provides at the same time a spiritual as well as a critical experience. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഡോക്ടർ എം മുരളീധരൻ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഹൃദ്രോഗമായിട്ട് മരണപ്പെടുകയുണ്ടായിരുന്നു. മരിക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം TK രാമചന്ദ്രൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ വന്നപ്പോൾ, മറ്റൊന്ന് കേട്ടിട്ടുണ്ടോ, TK രാമചന്ദ്രൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ ഒരു സിംഹം കോട്ടുവായിടുന്ന ചിത്രമാണ്, വളരെ വായൊക്കെ തുറന്ന് കോട്ടുവായിടുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇഫ് വർക്ക് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഓൺ എർത്ത് ഐ ഷാൽ റാദർ ട്രൈ മാർസ്. ഈ ഭൂമുഖത്ത് ജോലിയാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല മാർസിലേക്കും പൊക്കോളാം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്ന് ടിക്കയുടെ ഭാര്യയായിരുന്ന ഡോക്ടർ ഗീത അതിൽ എസ് വെട്ടിയിട്ട് അത് എക്സ് ആക്കി. ഐ റാദർ ട്രൈ മാർക്സ്. ജോലിയാണ് വലിയ കേമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്സിനെ ഉപയോഗിച്ചോളാം എന്ന്. ഇത് വായിച്ച് ഞങ്ങളൊക്കെ ചിരിച്ചു കഴിഞ്ഞതിന് ശേഷം മുരളി അവിടെ ഇരുന്ന് തത്വചിന്തയുടെ 4 പ്രധാനപ്പെട്ട സബ്ജകളെ കുറിച്ച് പറഞ്ഞു. ഒരു 2.5 മണിക്കൂർ സംസാരിക്കുകയായിരുന്നു. 4 കാറ്റഗറീസാണ് ഉള്ളത് എന്ന് പറഞ്ഞു. 1 ആക്ടിവിറ്റി, 2 വർക്ക്, 3 ലേബർ, 4ാമത്തെ ഇപ്പം ഞാൻ പറയുന്നില്ല. ആക്ടിവിറ്റി എന്ന് പറയുന്നത് അചേതന വസ്തുക്കളും ചേതനമായ ചൈതന്യമുള്ള വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം, ജീവികളും വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം. ആക്ടിവിറ്റി ഉണ്ടാവും ജീവികൾക്ക്. ആക്ടിവിറ്റിയിലെ വർക്ക് എന്ന് പറയുന്നത് കൃത്യമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില സംഗതികളെ ആക്ടിവിറ്റീസിനെ വർക്ക് എന്ന് വിളിക്കാം. ലേബർ എന്നുള്ളത് കൃത്യമായ ഉൽപ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തമായ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ സ്വഭാവത്തോടു കൂടി ചെയ്യുന്നത്. എന്നാൽ 4ാമത്തെ ഒരു ക്രിയ കൂടിയുണ്ട്, അത് പ്ലേ ആണ്, കളി എന്ന് പറയുന്നത്. ഈ കളി എന്നത് ഒരേ സമയം കളി ഉണ്ടെങ്കിലേ വർക്കും നമുക്ക് പോസിബിൾ ആവുള്ളൂ. നമുക്ക് ആനന്ദമുണ്ടെങ്കിലേ വർക്കും ലേബറും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ ഒട്ടും ആനന്ദമില്ലാത്ത അവസ്ഥയിൽ ഇതൊരു ഭീകരമായ ഒരു ഇമ്പോസിഷനായിട്ട് മാറുകയും ചെയ്യും. പക്ഷെ കളി കൂടുതലായാൽ വർക്കും ലേബറും അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് കളിയുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു ഡെലിക്കറ്റ് ബാലൻസ് വേണം. എന്നിട്ട് മുരളി അവിടെ ഇരുന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം എത്തിയപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ എത്തുമ്പോഴേക്കും ഈ പ്ലേ എന്ന് പറയുന്ന കാറ്റഗറി വളരെ പ്രധാനമായി മാറുകയും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും വിറ്റ്ഗൻസ്റ്റൈൻ്റെ മറ്റും ചിന്തകളിലും ഡെറിഡയുടെയും മറ്റും ചിന്തകളിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെയും പിന്നീട് വന്ന ലക്കാൻ്റെയും ഒക്കെ ചിന്തകളിൽ തന്നെ ഈ കളി ക്രീഡ എന്ന് പറയുന്നത് വളരെ പ്രധാനമായി മാറുന്ന ഒരു വ്യതിയാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മധു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ലേബർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആനുഷംഗികമല്ല, നാടകത്തെ പലപ്പോഴും നമ്മൾ കളി എന്നാണ് വിളിക്കാറ്. ആ കളി എന്നത് കലയ്ക്കും ഉപയോഗിക്കുന്നു, അല്ലാത്ത കളിയിലും ഉപയോഗിക്കുന്നു. ആ കളിയിലുമുണ്ട് ഒരാത്മീയത. മാഷോട് പറഞ്ഞതും കൂടെ ചേർത്താണ്. ഇപ്പോൾ
കണ്ടന്റ് അല്ല ഫോമാണെന്ന് മാഷ് പറഞ്ഞു നിർത്തിയില്ല. അപ്പോൾ മാഷ് പറഞ്ഞത് വെച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് വർക്ക് തന്നെ ലേബർ ആവുന്ന, അല്ലെങ്കിൽ വർക്കിനെ ലേബർ വിഴുങ്ങി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വർക്ക് ലേബർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, അതേസമയം തന്നെ കലയിലാണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ അത് ലേബർ കൂടി പെടുന്ന സമയത്ത് കാണി എന്ന് പറയുന്ന കാഴ്ചക്കാരനുണ്ട്, അതും ഒരു പക്ഷേ ഇതിനകത്ത് തന്നെ പെടുന്നുണ്ട്. കാണുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ലേബർ ആവുന്ന ഒരു പുതിയ സാഹചര്യം, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇപ്പോൾ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ഒന്നായി മാറുന്ന സമയത്ത് ഫീൽഡ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും ഒരു പക്ഷേ ആത്മീയത എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടെ വിശദീകരിച്ചാൽ കൊള്ളാമോ എന്നുള്ളതാണ് ചോദ്യം. ഞാനത് ഒരു കാര്യമുള്ളത്, ഈ ലേബർ എന്ന് പറയുന്നത് മാർക്സ് ഉപയോഗിച്ച അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ, വിനിമയ മൂല്യം ആയിട്ട് ബന്ധപ്പെട്ട വർക്കാണ് ലേബർ. ഇതാണ് ലേബറും വർക്ക് തമ്മിൽ വേണമെങ്കിൽ വയ്ക്കാം. മാർക്സ് കൃത്യമായിട്ടൊരു വ്യത്യാസം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വർക്ക് എന്ന് പറഞ്ഞാൽ വിനിമയ മൂല്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ചിലപ്പോൾ അതിൽ യൂസ് വാല്യൂ, മാർക്സ് ഉപയോഗിക്കുന്ന വാല്യൂ, ചിലപ്പോൾ ആ വാല്യൂ പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല വർക്കിൽ. വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കമോഡിറ്റി പ്രൊഡക്ഷൻ അല്ല, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാക്കുന്ന സാധനമല്ല. എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാക്കുന്ന വർക്കിനെയാണ് നമ്മൾ സാധാരണ ലേബർ എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള, മനുഷ്യരുടെ ഒരു സ്പീഷീസ് ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൻസിലാണ്, ജനറിക് ആയിട്ടുള്ള സെൻസിലാണ് വർക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ, ലേബർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എക്കണോമിക് പ്രൊട്ടക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് മാർക്സ്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് ഒരു ഇതിൽ വരുന്നത് വെച്ചാൽ എവറിത്തിങ് എല്ലാം ലേബറായി മാറും. നിങ്ങളുടെ വർക്കിന് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് വാല്യൂയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ് ക്യാപിറ്റലിസ്റ്റ്. അത് വർക്ക്, അപ്പോൾ അത് ലേബർ വർക്കിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു പക്ഷേ മാർക്സ് പറയുന്ന ക്യാപിറ്റലിസം എന്നാണ്. എക്സ്ചേഞ്ച് വാല്യൂ എല്ലാ വാല്യൂസിനും, എസ്തെറ്റിക് വാല്യൂവിനെയും യൂസ് വാല്യൂവിനും ഒക്കെ നിർണ്ണയിക്കുന്ന മട്ടിൽ എക്സ്ചേഞ്ച് വാല്യൂ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് മാർക്സ് അതിനെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ആർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമിൽ തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോമിൽ തന്നെ റെസിസ്റ്റൻസ് ആണ്. മനുഷ്യരെന്തിനായി ആർട്ടിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് എപ്പോഴാണോ അതൊരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആവുന്നത്, കലാ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു മേഖലയായിട്ട് അതിനെ കാണുകയും, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂവിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ലേബറിൻ്റെ മൊണോപ്പൊളി, അതെ വെങ്കടി എനിക്ക് എഴുതിയ കുറിപ്പിൽ അതിൽ എഴുതിയത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് ആർട്ട്. ആ യൂസ്ലെസ്നെസ് ആണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ യൂസ്ലെസ്നെസ്സിലാണ് അതൊരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അതാണ് ഞാൻ ആ ആർട്ടിനെ പറ്റിയിട്ട് പറയാൻ കാരണം. ഈ പിന്നെ ഒരു കാര്യം മാഷ് സൂചിപ്പിച്ചൊരു കാര്യം ഇതായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴേ, മാഷ് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും അത് മാർക്സിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇപ്പോൾ പല പഠനങ്ങളിലും വന്നിട്ടുള്ളത് വെങ്കടിക്കൊക്കെ അറിയാമായിരിക്കും. ഇത് ഈ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, നിങ്ങളുടെ ഒരു ആനുഷംഗികമായിട്ട് കടന്നു വരുന്നൊരു പ്രയോഗമാണ് മാർക്സിൽ, ലിബറേഷൻ ഓഫ് ദ സെൻസസ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വിമോചനം, സ്വാതന്ത്ര്യം ആണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി യുട്ടോപ്യൻ ആയിരിക്കും, ചിലപ്പോൾ യുട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു സ്വപ്നമാണ്. പക്ഷെ ആ ഒരു ആദർശാത്മകമായ ഒരു സമുദായത്തിൽ, സമൂഹം എന്നുള്ളതിനൊക്കെ സമുദായം, കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്നതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, സെൻസസിൻ്റെ സ്വാതന്ത്ര്യമാണ്. വളരെ ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് മാർക്സ് കമ്മ്യൂണിസത്തെ കാണുന്നത്. സത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു, മാർക്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളങ്ങനെ വായിച്ചിട്ടുണ്ടാവില്ല. ആ മാർക്സിൻ്റെ ഈസ്തെറ്റിക്സിനെ പറ്റിയുള്ള ഒരു സങ്കല്പം, അതിൻ്റെ ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കും. ഒരു ഉട്ടോപ്യനായിട്ടുള്ള സമൂഹം എന്നുള്ള സമുദായം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസത്തെ കാണുക. ആ കമ്മ്യൂണിസത്തിൽ എന്താ സംഭവിക്കുന്നത്? കമ്മ്യൂണിസം സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ലേബർ ഇല്ലാതാവാണ്. ലേബർ എന്ന് പറയുന്ന ഒരു ലേബറിൻ്റെ മൊണോപ്പൊളി, ലേബർ വർക്കിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന
എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എല്ലാറ്റിനും നിർണ്ണയിക്കുന്ന ഒന്നായിട്ട് മാറുന്ന ആ സംവിധാനം ഇല്ലാതാവുകയും ഒരു പോസിറ്റീവ് അബോളിഷൻ ഓഫ് ഏലിയനേഷൻ എന്നാണ് മാർക്സിൻ്റെ വാദം. അത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ മാർക്സ് തന്നെ സൂചിപ്പിക്കുന്ന വരുന്നുണ്ടല്ലോ, രാവിലെ നിങ്ങൾ ഷേക്സ്പിയർ വായിക്കുകയും ഉച്ചയ്ക്ക് മീൻ പിടിക്കുകയും വൈകുന്നേരം നിങ്ങൾ പോയട്രി ചെയ്യുകയും, എന്നാൽ നിങ്ങൾ പോയറ്റ് ആവാതെ, ക്രിട്ടിക്കാവാതെ, മുക്കുവനാവാതെ നിങ്ങളിതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴാണ്, അതാണ് എസ്തെറ്റിക് ഓഫ് എന്താ പറയുക, എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കമ്മ്യൂണിസം എന്ന് മാർക്സ് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ആ കലയുടെ എസ്തെറ്റിക്സിനെ പറ്റിയാണ്. ആ എസ്തെറ്റിക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേണമെങ്കിൽ ഈ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഇതായിട്ട് പറയാം. ഞാൻ മാർക്സ് സ്പിരിച്വലിസ്റ്റ് ആണെന്നല്ല പറയുന്നത്, ഒരർത്ഥത്തിലും അതല്ല പറയുന്നത്. പക്ഷെ ആ അനുഭവമാണ് മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് തോന്നുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് കല ക്യാപിറ്റലിനെതിരായിട്ടുള്ള, ക്യാപിറ്റലിൻ്റെ യുക്തിക്കെതിരായിട്ടുള്ള റിവോൾട്ടാണ്. അതാണ് അതിൻ്റെ ഒരു സ്പിരിച്വൽ റിവോൾട്ട് അഗൻസ്റ്റ് ലോജിക് ഓഫ് ക്യാപിറ്റൽ എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു അർത്ഥത്തിലാണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മാഷ് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടുപോയൊരു കാര്യം, ഞാൻ നേരത്തെ കാണ്ടിൻ്റെ ഇത് പറഞ്ഞല്ലോ. കാണ്ട് പറയുന്നത് ഡിസിൻറ്ററസ്റ്റഡ്നെസ് എന്ന് പറയുന്നത് നിർമ്മമത്വം അല്ല, സത്യത്തിൽ നല്ല ട്രാൻസ്ലേഷൻ ഒന്നും ആയിരിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞു മാത്രം നിർമ്മമം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു മാത്രം. ഡിസിൻറ്ററസ്റ്റഡ്നെസ് ആണ് ഒരു കലാനുഭൂതിയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എങ്കിൽ. സ്പിരിച്വൽ എന്നുള്ളത് വീണ്ടും ഞാൻ പിന്നെ സിംഗിൾ കോട്ടിൽ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കണം നിർബന്ധമില്ല, എനിക്കത് ഉപയോഗിക്കുന്നതിൽ അത്ര തൃപ്തിയില്ല അത്ര, അതുകൊണ്ട് ഞാനത് അങ്ങനെ ഈ ഡിസിൻട്രസ്റ്റഡ്നെസ് അല്ല മാഷത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളത്. ഈ കാണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സെൻസസ് കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കാണ്. ഇന്ദ്രിയങ്ങളുടെ സമുദായം എന്നുള്ളൊരു വാക്ക് കാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ സമുദായം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ലാറ്റിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിൻ്റെ റൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉള്ള മ്യൂണിസ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. കോം മുണിസ് എന്നുള്ളത്. മുണിസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്നുള്ള ആണ് അതിൻ്റെ അർത്ഥം. മുണിസ്. കോം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്